ഹായ് എല്ലാവർക്കും ന്യൂമിസ്മാറ്റിക്സിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന നമ്മുടെ 100 രൂപ നോട്ടാണ്. ഇപ്പോൾ നമുക്ക് നമ്മുടെ കണ്ണിൽ പോലും കാണാൻ കിട്ടില്ലെന്ന് വേണമെങ്കിൽ പറയാം ഈ ഒരു നോട്ടുകളെ കുറിച്ചൊക്കെ. അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്നൊക്കെ ഒരുപാട് അകന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ 100 രൂപ നോട്ടാണ്. നമ്മുടെ ഇപ്പോൾ വന്ന ഇഷ്യൂവിനേക്കാളും ബാക്കിലോട്ടുള്ള ഒരു ഇഷ്യൂ ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ ഒരു ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. നമുക്ക് ആ ഒരു 100 രൂപ നോട്ടൊന്ന് പരിചയപ്പെടാം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന നമ്മുടെ 100 രൂപ നോട്ടാണ്. നമ്മുടെ ഇപ്പോൾ വന്ന ഇഷ്യൂവിൻ്റെ ബാക്കിലോട്ടുള്ള ഇഷ്യൂ ആണ് 100 രൂപ. എനിക്ക് ഈ ഒരു നോട്ട് 3 ഡിഫറെൻറ്റ് വർഷങ്ങളിൽ എനിക്ക് കിട്ടിയപ്പോൾ ഞാനൊരു കളക്ഷനിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നതാണ്. ഈ ഒരു നോട്ടിൻ്റെ ഡിഫറെൻറ്റ് സിഗ്നേച്ചറിൽ വരുന്ന നോട്ടുകൾ മാത്രമാണ് എൻ്റെ കളക്ഷനിലുള്ളത്. ഇയർ വൈസിലുള്ള നോട്ടുകളൊന്നും ഞാൻ എൻ്റെ കളക്ഷനിലേക്ക് ആഡ് ചെയ്തിട്ടില്ല. നമുക്കിവിടെ നോക്കി മനസ്സിലാവും 2016 ആ ഒരു വർഷത്തിലെ നാണയമാണ്. ആ ഒരു വർഷത്തിലെ 100 രൂപ നോട്ടാണ്. അടുത്ത നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന 2017 നോട്ടാണ്. ഡിഫറെൻറ്റ് സിഗ്നേച്ചറാണ് ഈ ഒരു നോട്ടുകൾക്കൊക്കെ വരുന്നത്. അപ്പോൾ ഈ ഒരു നോട്ട് 2017 100 രൂപ നോട്ടാണ്. ഏറ്റവും ലാസ്റ്റ് ഞാൻ പരിചയപ്പെടുത്താവുന്ന ഈ ഒരു നാണയമല്ല നോട്ട് 2018 നോട്ടാണ്. ഇങ്ങനെ 3 ഡിഫറെൻറ്റ് വർഷത്തിൽ വരുന്ന നാണയങ്ങൾ എൻ്റെ കളക്ഷനിലേക്ക് എനിക്ക് കിട്ടിയായിരുന്നു. അപ്പോൾ 2 ഡിഫറെൻറ്റ് സിഗ്നേച്ചർ മാത്രമാണ് എനിക്ക് എൻ്റെ ഈ ഒരു കളക്ഷനിലേക്ക് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു നോട്ടിന് എന്താണ് ഇത്ര പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത് ഈ ഒരു നോട്ടിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പുതിയ ഇഷ്യൂവിന് ബാക്കിലോട്ട് വരുന്ന ഇഷ്യൂ ആണ്. അതുപോലെ തന്നെ ഈ ഒരു നോട്ടിലൊക്കെ ഒരുപാട് റയർ കാറ്റഗറി വരുന്നതും പല ഡിസൈനിൽ വരുന്നതും പല ഡിഫറെൻറ്റ് വെറൈറ്റി വരുന്ന നോട്ടുകളുണ്ട്. അപ്പോൾ ആ ഒരു ഡീറ്റെയിൽസൊക്കെ ഞാൻ തുടർന്നുള്ള എൻ്റെ ഒരു വീഡിയോയിലൂടെ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ എൻ്റെ ചാനൽ തുടർന്നും കാണുക. അപ്പോൾ ഈ ഒരു 3 ഡിഫറെൻറ്റ് ഇയറിൽ വരുന്ന നോട്ടുകൾ എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് ആഡ് ചെയ്തതാണ്. അപ്പോൾ ഈ ഒരു നോട്ടിനൊക്കെ വരുന്നിരിക്കുന്ന വില ഞാൻ പറയാതെ തന്നെ നമുക്കിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. ഞാനിപ്പോൾ മേടിച്ചിരിക്കുന്ന ഈ ഒരു നോട്ടിൻ്റെ വില എന്ന് പറയുന്നത് 175 രൂപയാണ്. നല്ലൊരു UNC കണ്ടീഷനാണ്. ടോപ്പ് ഗ്രേഡ് UNC കണ്ടീഷനാണ്. നല്ലൊരു ഒരു മടക്കോ ചുളിവോ അഴുക്കളോ ഒന്നും ഇല്ലാത്ത നല്ലൊരു UNC ഗ്രേഡ് വരുന്ന കണ്ടീഷനാണ്. ഈ ഒരു നോട്ടിൻ്റെ വർഷം നമുക്ക് നോക്കിയാൽ മനസ്സിലാവും 2018 എന്നിവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു നോട്ടിന് വന്നിരിക്കുന്ന വില എന്ന് പറയുന്നത് 175 രൂപയാണ്. ഈ ഒരു നോട്ട് 2017 നോട്ടാണ്. നമുക്കിവിടെ നോക്കിയാൽ മനസ്സിലാവും 2017 എന്നുള്ളൊരു വർഷം ഇവിടെ നമുക്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും. ഈ ഒരു നോട്ട് 2016 ആ ഒരു വർഷത്തിലെ നോട്ടാണ്. അപ്പോൾ ഈ ഒരു നോട്ടിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് വർഷം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും 2016 എന്നുള്ളൊരു വർഷം. അപ്പോൾ ഇങ്ങനെ 3 ഡിഫറെൻറ്റ് ഇയറിൽ വരുന്ന നോട്ടുകളാണ് എൻ്റെ ഒരു കളക്ഷനിലേക്ക് ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന എൻ്റെ ഒരു കളക്ഷനിലേക്ക് ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു നോട്ടിൽ 2 ഡിഫറെൻറ്റ് സിഗ്നേച്ചറാണ് വരുന്നത്. ഈ ഒരു നോട്ടിൻ്റെ സിഗ്നേച്ചർ ചെയ്തിരിക്കുന്നത് രഘുറാം ജി രാജൻ എന്നുള്ള സിഗ്നേച്ചറാണ്. ഈ ഒരു നോട്ടിൽ ഈ ഒരു 2 നോട്ടിലും സിഗ്നേച്ചർ ചെയ്തിരിക്കുന്നത് ഉർജിത് പട്ടേൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു സിഗ്നേച്ചറാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഇവിടെ നോക്കി മനസ്സിലാവും 2017 2016 കാലഘട്ടങ്ങളിൽ ഉർജിത് പട്ടേലാണ് ഗവർണറായിട്ട് ഭരിച്ചിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു സിഗ്നേച്ചറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ 3 ഡിഫറെൻറ്റ് കാറ്റഗറിയിൽ വരുന്ന നോട്ടുകളൊക്കെ എൻ്റെ കളക്ഷനിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു നോട്ടിൻ്റെ സീരിയൽ നമ്പർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാറ്റലോഗ് നിങ്ങളുടെ കൈവശമുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുക. ടെലിസ്കോപ്പ് നമ്പർ എന്നായിരിക്കും കൊടുത്തിരിക്കുന്നത്. നമുക്കിവിടെ നോക്കിയാൽ മനസ്സിലാവും ചെറുതിൽ നിന്ന് വലുതിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ആ ഒരു ഡിസൈനിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 3ഉം ആ ഒരു ഇതിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു നോട്ടിനൊക്കെ അത്യാവശ്യം മാർക്കറ്റ് വാല്യൂ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു നോട്ടൊക്കെ കിട്ടുവാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ മേടിക്കുക, നിങ്ങളുടെ കളക്ഷനിലേക്ക് ആഡ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു നോട്ട് വില കൊടുത്ത് മേടിക്കണമെങ്കിലും നിങ്ങൾ ബാങ്കിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് ചിലപ്പോൾ UNC ഈ ഒരു നോട്ടൊക്കെ ബണ്ടിലായിട്ട് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഒരുപാട് ബാങ്കിലൊക്കെ അന്വേഷിച്ച് നോക്കിയായിരുന്നു. അപ്പോൾ ഈ ഒരു നോട്ട് എനിക്ക് ബണ്ടിലായിട്ടൊന്നും കിട്ടിയില്ല. ലൂസായിട്ടൊക്കെ എനിക്ക് കുറച്ച് UNC കണ്ടീഷൻ നോട്ടൊക്കെ കിട്ടിയായിരുന്നു. അപ്പോൾ ഇതൊരു ഗ്രൂപ്പിൽ എനിക്ക് വന്നപ്പോൾ ഞാൻ മേടിച്ചതാണ് എൻ്റെ ഒരു കളക്ഷന് വേണ്ടിയിട്ടും. അതുപോലെ തന്നെ ഞാൻ ഡിഫറെൻറ്റ് സിഗ്നേച്ചർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ഇയറിലുള്ള ഡിഫറെൻറ്റ് കാറ്റഗറി നോട്ടൊക്കെ 100 രൂപ ഈ ഒരു പാറ്റേൺ വരുന്ന നോട്ടൊക്കെ ഞാൻ എൻ്റെ കളക്ഷനിലേക്ക് ആഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു നോട്ടൊക്കെ നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും മേടിക്കുക, നിങ്ങളുടെ കളക്ഷനിലേക്ക് ആഡ് ചെയ്യുക. നല്ലൊരു കളക്ഷനാണ് 100 രൂപ നോട്ട്. നമ്മുടെ കണ്ണിൽ നിന്ന് തന്നെയൊക്കെ മാഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു നോട്ട് തന്നെയാണ് ഈ ഒരു 100 രൂപ നോട്ട്. അപ്പോൾ പുതിയ നോട്ട് എന്ന് പറയുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു നല്ലൊരു ഡിസൈൻ തന്നെയാണ്. പക്ഷേ ഈ ഒരു നോട്ടിനെന്ന് പറയുമ്പോൾ അതിൻ്റേതായ ഒരു എന്ത് പറയാൻ ഒരു ഭംഗി തന്നെയുണ്ട്. നമുക്കിവിടെ നോക്കിയാൽ മനസ്സിലാവും നല്ലൊരു കളറായാലും നല്ലൊരു ഡിസൈന് എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു നോട്ടൊക്കെ കിട്ടുവാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും മേടിക്കുക, നിങ്ങളുടെ കളക്ഷനിലേക്ക് ആഡ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കളക്ഷനിലേക്ക് ഡിഫറെൻറ്റ് സിഗ്നേച്ചറും അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ഞാനിപ്പോൾ പറഞ്ഞ പോലെ പല വർഷങ്ങളിലെ നോട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക, എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.